നവകേരളം കിഫ്ബിയിലൂടെ. മലയോര കാർഷിക ജില്ലയായ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖേന നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലും വികസന കുതിപ്പിന്റെ കാഴ്ചകൾ പത്തനംതിട്ടയിൽ കാണാനാവുന്നു. ഗ്രാമീണ ജില്ലയെന്ന പേരിൽ നിന്ന് നഗരവികസനത്തിൽ വൻകിട നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പത്തനംതിട്ട മാറുകയാണ്. ഈ മാറ്റത്തിന് കുടപിടിക്കുന്നത് കിഫ്ബിയും. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, ഗതാഗതം, കൃഷി, വ്യവസായം, തീർത്ഥാടനം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലും സമൂല പരിവർത്തനം. ഗ്രാമീണ പാരമ്പര്യവും പൈതൃകവും കൈവിടാതെ പത്തനംതിട്ട വികസന ചക്രത്തിൽ കുതിക്കുന്ന നാളുകളാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കിഫ്ബി നേതൃത്വത്തിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ നാളുകളായി നിന്ന പരാധീനതകൾ തുടച്ചു നീക്കിയ വർഷങ്ങളാണ് പത്തനംതിട്ടയിൽ കടന്നുപോയത്. മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി മറ്റു ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിച്ചിരുന്ന പത്തനംതിട്ടയിലെ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായി സ്വന്തം മെഡിക്കൽ കോളേജ് കോന്നിയിൽ തലയുയർത്തി നിൽക്കുന്നു. കിഫ്ബിയുടെ 400 കോടി രൂപ സഹായത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് മലയോര നാടിൻ്റെ ആരോഗ്യ ആശ്രയ കേന്ദ്രമായി മാറി. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കായി 45.92 കോടി, അടൂർ ജനറൽ ആശുപത്രിക്ക് 16.64 കോടി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് 30.35 കോടി, റാന്നി താലൂക്ക് ആശുപത്രിക്ക് 17.1 കോടി, മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് 50.45 കോടി എന്നിങ്ങനെ ആരോഗ്യമേഖലയുടെ വികസനത്തിന് കിഫ്ബി സഹായങ്ങൾ നിരവധിയാണ്. കൂടുതൽ കിടക്കകളുള്ള ആശുപത്രി കെട്ടിടം, അക്കാഡമിക് ബ്ലോക്ക്, വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, മോർച്ചറി, ഓഡിറ്റോറിയം, ICU സംവിധാനം, കാഷ്വാലിറ്റി സംവിധാനം, ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ എല്ലാം ഈ 352 കോടി രൂപയ്ക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജ് വളരെ വേഗം മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി 2-3 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായി കോന്നി മെഡിക്കൽ കോളേജിനെ മാറ്റുവാൻ കഴിഞ്ഞത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതുക്കി പണിയപ്പെടുകയാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം. മാർച്ചിൽ പണികൾ പൂർത്തിയാക്കി ജില്ലയിലെ കായിക താരങ്ങൾക്കായി സ്റ്റേഡിയം തുറന്നുകൊടുക്കും. കിഫ്ബിയിൽ നിന്ന് 47.9 കോടി രൂപ ചെലവിട്ടാണ് ജില്ലാ സ്റ്റേഡിയം നവീകരിക്കുന്നത്. കിഫ്ബി സഹായത്തിൽ നിർമ്മിച്ച കൊടുമൺ സ്റ്റേഡിയവും ജില്ലയുടെ കായിക സ്വപ്നങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് മാർച്ച് ആദ്യം തന്നെ ഈ സ്റ്റേഡിയം കമ്മീഷൻ ചെയ്യാൻ കഴിയും. സ്റ്റേഡിയം കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നതോടെ ഒരുപക്ഷെ സംസ്ഥാനത്തെ മത്സരങ്ങളും അതുപോലെ തന്നെ രാജ്യാന്തര മത്സരങ്ങൾക്കും വേദിയൊരുക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി പത്തനംതിട്ട മാറുകയാണ്. പത്തനംതിട്ടയിൽ ഇങ്ങനെ മനോഹരമായൊരു സ്റ്റേഡിയം വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇതുതന്നെയാണ് കൊടുമൺ സ്റ്റേഡിയം. 1ാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുമൺ സ്റ്റേഡിയം ഉയർന്നത്. 500 കോടിയോളം രൂപയുടെ 1 ഡസനോളം കുടിവെള്ള പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കിയത്. എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ള പദ്ധതികൾ നിലനിൽക്കുന്നു. നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിക്ക് മാത്രം 130 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. കുടിവെള്ള വിതരണ പദ്ധതികൾ, ആ പദ്ധതികൾക്ക് കിഫ്ബിയിലൂടെ തന്നെ ഏതാണ്ട് 500 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ച് അത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അയിരൂർ പദ്ധതിയാണെങ്കിലും അതുപോലെ തന്നെ പെരുന്നാട് പദ്ധതിയാണെങ്കിലും അങ്ങനെ ഏതാണ്ട് 1 ഡസനിലധികം പദ്ധതികളാണ് കിഫ്ബി പദ്ധതിയിലൂടെ പൂർത്തിയായിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്സലറേറ്റഡ് റൂറൽ പദ്ധതിയിൽ നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അത് ജലജീവൻ പദ്ധതിയുമായി കണക്റ്റ് ചെയ്ത് വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വലിയൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗതാഗത സൗകര്യങ്ങളിൽ ത്വരിതഗതിയിലുള്ള വികസനം പത്തനംതിട്ടയിൽ നടക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളെല്ലാം
അത്യാധുനിക രീതിയിൽ പണി പൂർത്തിയായി കഴിഞ്ഞു. 780 കോടി രൂപയാണ് പുനലൂർ മൂവാറ്റുപുഴ പാത നിർമ്മാണത്തിനായി കിഫ്ബി നൽകിയത്. ജില്ലയിലെ 90% റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിക്കപ്പെട്ടു. ഇത്ര മനോഹരമായ റോഡ് 780 കോടിയോളം രൂപയാണ് നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് ആ റോഡിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റോഡിൽ ടോള് വേണ്ട, ആ ടോള് വേണ്ട എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഗതാഗത സംവിധാനങ്ങൾ ഈ പുനലൂർ മൂവാറ്റുപുഴ റോഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെയാണ് പറയാൻ കഴിയുക. നമ്മുടെ ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ റെക്കോർഡ് നേട്ടമാണ്. ഏതാണ്ട് 90% റോഡുകളും BMBC നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ നേട്ടമല്ല. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ BMBC റോഡുകൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയേറെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ജില്ല വേറെ ഉണ്ടാകും എന്ന് തോന്നുന്നേയില്ല. ശബരിമലയിൽ 600 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി സാധ്യമാക്കി. പമ്പ, നിലയ്ക്കൽ, മറ്റിടത്താവളങ്ങൾ എന്നിവിടങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമലയുടെ കാര്യത്തിൽ 600 കോടിയോളം രൂപയാണ് ഗവൺമെൻറ് ചെലവിട്ടിരിക്കുന്നത്. ശബരിമലയും അതുപോലെ മാത്രമല്ല, ഇടത്താവളങ്ങൾ, തീർത്ഥാടകർ തങ്ങുന്ന ഇടത്താവളങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും കിഫ്ബി ഫണ്ടിലൂടെ ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുപരിയാണ് 600 കോടിയോളം രൂപ ശബരിമലയിലെ, പമ്പയിലെ, നിലയ്ക്കലിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. 130 കോടി രൂപയാണ് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചത്. അപ്പോൾ ആ നിലയിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അടൂർ, റാന്നി ഉൾപ്പെടെയുള്ള കോർട്ട് കോംപ്ലക്സുകളുടെ വികസനം, ഗവി, പെരുന്തേനരുവി, കോന്നി ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയുടെ വികസനം തുടങ്ങിയവ കിഫ്ബിയിലൂടെ സാധ്യമായി. പത്തനംതിട്ടയുടെ നവീകരണ കാലഘട്ടമാണ് കിഫ്ബി സഹായത്തോടെ നടക്കുന്നത്. ജില്ലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച നാളുകൾ കിഫ്ബി സാക്ഷാത്കരിച്ചിരിക്കുന്നു. ജനം, പത്തനംതിട്ട.